എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് മലാക്കി പ്രവചനത്തിലേക്ക് പോവുകയാണ്. മലാക്കി പ്രവചനം ഇങ്ങനെ വായിക്കുന്നു: കർത്താവായ എനിക്ക് മാറ്റമില്ല, അതുകൊണ്ട് യാക്കോബിൻ്റെ സന്തതികളെ, നിങ്ങൾ പൂർണ്ണമായും സംഗ്രഹിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരാം. നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടതെന്ന്? മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ അവിശക്തരാണ്. ദശാംശം മുഴുവൻ എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരീക്ഷിച്ചു നോക്കാൻ പറയുന്ന വചനം, കർത്താവിൻ്റെ വചനം, ഈ ഒരു വചനമേ ഉള്ളൂ. എവിടെയും വേറെ വചനങ്ങളൊന്നും പറയുന്നില്ല പരീക്ഷിച്ച് നോക്കാൻ. കർത്താവിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആലയം പള്ളിയാണെന്നാണ്. പക്ഷേ അല്ല, ദൈവത്തിൻ്റെ ആലയം നമ്മൾ ഓരോരുത്തരാണ്. അപ്പം നമ്മൾ ചെറിയവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ ആലയമായി മാറുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ്. ദരിദ്രർക്ക് കൈ തുറന്നു കൊടുക്കുക, നമ്മളെക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്നതൊക്കെയും മറ്റുള്ളവർക്ക് സഹായിക്കുക. ഹല്ലേലൂയ. നമ്മെപ്പോലെ മറ്റുള്ളവരെയും കാണുക. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നമ്മൾ താഴ്മയോട് നിൽക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവം നമുക്കെല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ കരം നമ്മുടെ എല്ലാവരുടെയും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് എനിക്കും ദാനമായി തന്ന എൻ്റെ സഹോദരിമാരെയും എൻ്റെ കുടുംബങ്ങളെ എല്ലാവരെയും, എനിക്ക് ദാനമായി തന്ന എൻ്റെ ഭർത്താവിനെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം, എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാം, എന്നോടൊപ്പം സഹകരിച്ചു പോകുന്ന എൻ്റെ സഹപ്രവർത്തകരെ എല്ലാം, എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ എല്ലാം പ്രത്യേകമായി യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധ കരം എല്ലാ ദൈവജനത്തിൻ്റെ മേലിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവർക്ക് ആവശ്യമായ നന്മകളെല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് അങ്ങ് സമൃദ്ധിയായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. എൻ്റെ പിതാവ് വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തനായ ദൈവം. എൻ്റെ ദൈവം സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ ദൈവം. എല്ലാ നന്മകളുടെയും ഉറവിടമായ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ലോകം മുഴുവനും സൃഷ്ടിച്ച് അവയിലുള്ള സമസ്തവും രൂപപ്പെടുത്തിയ എൻ്റെ സ്വർഗീയ പിതാവിനെ ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. അങ്ങയുടെ സ്വർഗ സിംഹാസനം തുറന്ന് കർത്താവെ അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നന്ദി ദൈവമേ, നന്ദി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.